Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ടൈം മൊഡ്യൂളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടൈം നമ്മുടെ മിക്ക സോഫ്റ്റ്വെയറുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമയം. സമയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോസസ്സുകൾ മിക്ക സോഫ്റ്റ്വെയറുകളിലും ഉണ്ടാകും. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളിൽ നിർബന്ധമായിട്ടുണ്ടാകും. സോ ടൈം, ഡേറ്റ് ഇതുമായിട്ട് എങ്ങനെ നമ്മൾ ഇത് രണ്ടും പൈത്തണിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതിൻ്റെ ബേസിക്സ് ആണ് വിശദീകരിക്കുന്നത്. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ്. തൽക്കാലത്തിന് ഞാനതെല്ലാം കമൻ്റ് ഔട്ട് ചെയ്യാണ്. കൺട്രോൾ സ്ലാഷ് അല്ല, കൺട്രോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, കോഡ് കമൻറ്റ് വിത്ത് ലൈൻ കമൻറ്റ്, കൺട്രോൾ സ്ലാഷ്. ഓക്കെ, ശരി. സോ ഇമ്പോർട്ട് സിസ് എന്നുള്ളത് നമ്മൾ കണ്ടു. നമുക്ക് ഇമ്പോർട്ട് ടൈമാണ് നമുക്ക് വേണ്ടത്. പൈത്തണിൽ നിന്നും ടൈം മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ടൈം എന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. നമ്മുടെ പഴയ ഫയലാണ്. നമുക്ക് കാണാം മൊഡ്യൂൾ ടൈം ബിൽറ്റ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. സോ ടൈമിൽ നിന്ന് നമ്മൾ ഡോട്ട് ടൈം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈം മൊഡ്യൂളിൽ നിന്നും ടൈം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈം പ്രിൻറ്റ് ചെയ്യാം. നമുക്കാണ് 144, 25 ഒരു ഫ്ലോട്ട് നമ്പറാണ് നമുക്ക് ഇടുന്നത്. നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു സാധനം. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന റീഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കിട്ടണമെങ്കിൽ ടൈം ഡോട്ട് സി ടൈം എന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ നിങ്ങൾ കാണാം ഫ്രൈഡേ സെപ്റ്റംബർ 18, 15, 11, 52, 2015. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലുള്ള നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഫോർമാറ്റിലാണ് ഇപ്പോൾ ടൈം പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈം ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഫ്രൈഡേ സെപ്റ്റംബർ 18 എന്നാണ്. നമുക്ക് മറ്റൊരു രൂപത്തിൽ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. പ്രിൻറ്റ് ഫംഗ്ഷനിൽ തന്നെ ടൈം മൊഡ്യൂളിലെ strf ടൈം എന്ന് പറയുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ പ്രിൻറ്റിങ് എടുക്കുന്നത്. നമ്മൾ %d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവസം, ഡേ. %a, %b ക്യാപിറ്റൽ ആണെന്നുള്ളത് ശ്രദ്ധിക്കണേ. %y ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, 18 ഫ്രൈഡേ സെപ്റ്റംബർ 2015. ഓക്കെ, അപ്പോൾ %d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ നമ്പർ, ഡിജിറ്റാണ്, 18. ഓക്കെ, %a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നെയിമാണ്, ഫ്രൈഡേ എന്നുള്ളത്. ഫ്രൈ എന്ന് മാത്രമല്ല, ഫ്രൈഡേ ഫുൾ ഡേ നെയിം. %b ക്യാപിറ്റൽ ബി ആണ്, ശ്രദ്ധിക്കണം. ഇതൊക്കെ ക്യാപിറ്റലാണ്, ഇത് രണ്ടും ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ ഫുൾ മന്തിൻ്റെ പേരാണ്. %y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015. ഇവിടെ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മറ്റൊരു ലൈനാക്കിയിട്ട് ആഡ് ചെയ്യാം. %b കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്രൈഡേ, ഫ്രൈ എന്നും സെപ്റ്റംബർ എന്നുള്ളത് സെപ്പ് എന്നായിട്ട് ചുരുങ്ങിപ്പോയി. അതാണ് ക്യാപിറ്റലും ലോവർ ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ ഡേറ്റാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. നമുക്കതുപോലെ ടൈം പ്രിൻ്റ് ചെയ്യാൻ ടൈം ഡോട്ട് strf ടൈം. ഇനി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ %, നമുക്ക് ആദ്യം ഹവർ കിട്ടണം, %h, പിന്നെ മിനിറ്റ് കിട്ടണം, %m, %സെക്കൻഡ്. ഓക്കെ, പ്രിൻ്റ് ചെയ്യുന്നു 15, 13, 56. ഇപ്പോൾ സമയം എൻ്റെ ക്ലോക്കിൽ 24 ഹവർ ഫോർമാറ്റിൽ 15, 13, 56 സെക്കൻഡുമായിട്ട്. സോ അതാണ് പ്രിൻ്റ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് ഇത് പൈത്തൺ ലാംഗ്വേജിനുള്ളിലുള്ള ടൈം മൊഡ്യൂളാണ്. അതുപോലെ തന്നെ PyQt4ലും ഇതുപോലെ ഒരു ടൈം മൊഡ്യൂളും ഉണ്ട്. ആ ടൈം നമുക്ക് കിട്ടാൻ നമ്മളെ ഫ്രം PyQt4 ഇമ്പോർട്ട് ഈ ലൈൻ നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കാം. Qt core മൊഡ്യൂളിലാണ് നമ്മുടെ ടൈമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ Qt core നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. നമുക്കിതെല്ലാം കമൻ്റ് ഔട്ട് ചെയ്യാം. കൺട്രോൾ സ്ലാഷ് പ്രിൻ്റ് Qt core ഡോട്ട് QTime എന്ന് പറയുന്ന മൊഡ്യൂളാണ് ടൈമിന് യൂസ് ചെയ്യുന്നത്, QTime. അപ്പോൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QTime ക്ലാസ് കിട്ടും. PyQt4 QTime. ഓക്കെ, Qt core മൊഡ്യൂളാണ്. അതുകൊണ്ട് നമ്മൾ Qt core ഡോട്ട് QTime എന്ന് കൊടുത്ത് QTimeൻ്റെ മെത്തേഡുകളാണിത്. സോ QTime ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം കറൻറ്റ് ടൈം, നിലവിലുള്ള എത്ര സമയം, റൈറ്റ് നൗ വാട്ട് ഈസ് ദ ടൈം, അതാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ്സ് ഇവിടെ കാണാം. സ്റ്റാറ്റിക് മെത്തേഡ്സ്, കറൻറ്റ് ടൈം. അപ്പോൾ കറൻറ്റ് ടൈം കിട്ടാൻ നമ്മൾ ഡോട്ട് കറൻറ്റ് ടൈം കൊടുക്കും. ഡോട്ട് കറൻറ്റ് ടൈം. ഡോട്ട് കറൻറ്റ് ടൈം നമ്മൾ കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം pyqt4.qt4.qtime എന്ന് പറയുന്ന ഒരു ക്യൂ ടൈമാണ് നമുക്ക് റിസൾട്ടായി കിട്ടുന്നത്. നമുക്ക് അതിൽ നിന്ന് ഹവർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഡോട്ട് ഹവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഹവർ കിട്ടും. ഡോട്ട് മിനിറ്റാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ മിനിറ്റ് കിട്ടും. നമ്മൾ കോമ പേസ്റ്റ് ഹവറിന് പകരം മിനിറ്റ് എന്ന് കൊടുത്തു. വീണ്ടും ഒരു കോമ പേസ്റ്റ് മിനിറ്റ് ഹവറിന് പകരം സെക്കൻഡ് കൊടുത്തു. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15, 16 1 സെക്കൻഡ്. ഓക്കെ, 15 മണിക്കൂർ 16 മിനിറ്റ് 1 സെക്കൻഡ്. നമുക്ക് കറൻറ്റ് ടൈമിനോട് ഈ ടൈമിനോട് ഒരു 100 സെക്കൻഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ് കിട്ടേണ്ടത്. അപ്പോൾ 100 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റൊക്കെ ആണല്ലോ നമ്മൾ ആഡ് ചെയ്യണം. QTime.QTime.current time അതിനോട് നമ്മൾ ഒരു 100 സെക്കൻഡ് ആഡ് ചെയ്യുന്നു. ആഡ് സെക്കൻഡ്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് മില്ലി സെക്കൻഡ്സ്, ആഡ് സെക്കൻഡ്സ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ എത്ര സെക്കൻഡാണ് ആഡ് ചെയ്യുന്നത് കാണിക്കണം. 100 സെക്കൻഡ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് മിനിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ 16 മിനിറ്റാണ്. 100 സെക്കൻഡ് അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 18 100 സെക്കൻഡ് അപ്പോൾ 16-ലധികം ഒക്കെ ആയതുകൊണ്ട് 18 മിനിറ്റായിട്ട് കാണിച്ചിരുന്നു. അഥവാ 100 സെക്കൻഡ് കറൻറ്റ് ടൈമിനോടത് ആഡ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡാണ് കറൻറ്റ് ടൈം എന്നുള്ളത്. നമുക്ക് ചെയ്യാം ടു സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടു സ്ട്രിങ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആണ് 15:17:16 എന്ന രൂപത്തിലുള്ള റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ടു സ്ട്രിങ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ടൈം പോലെ തന്നെ നമുക്ക് ഡേറ്റ് കിട്ടാനുള്ളൊരു മൊഡ്യൂളുണ്ട്. നമുക്കിതെല്ലാം കമൻ്റ് ഔട്ട് ചെയ്യാം. control/ഡേറ്റ് കിട്ടുന്ന മൊഡ്യൂളാണ്. പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രിൻ്റ് qt4. നേരത്തെ QTime ആണെങ്കിൽ ഇപ്പോൾ പ്രാവശ്യം QDate ആണ് നമ്മൾ എടുക്കുന്നത്. കറൻറ്റ് ടൈം എടുക്കുന്ന പോലെ കറൻറ്റ് ഡേറ്റ്. നമുക്കതിൻ്റെ ദിവസം അറിയാം. .day നമുക്ക് കോമയുടെ control+C. അതുപോലെ തന്നെ നമുക്ക് ഡേ പോലെ തന്നെ മന്ത്, അതുപോലെ തന്നെ ഇയർ. ഇത് നമ്മൾ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ 18/9/2015 എന്നുള്ളത് pyqt4ലെ QDate ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കിട്ടും. ഇനി പ്രിൻ്റ് ഡേ പകരം ഡേ ഓഫ് വീക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഡേ ഓഫ് വീക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 എന്ന് വന്നു. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഞായറാഴ്ച, 1 തിങ്കൾ, 2 3 4 5 5 വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് 5 എന്ന് വന്നത്. അപ്പോൾ നമുക്ക് അതിനെ വെള്ളിയാഴ്ചയായിട്ട് ഫ്രൈഡേ എന്ന രൂപത്തിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ എങ്ങനെ ഈ 5-നെ നമ്മൾ ഫ്രൈഡേ എന്ന് ആക്കുന്ന രൂപത്തിൽ അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. അതിന് ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് നമ്മൾ qt4.longDayName എന്നാണ് അതിൻ്റെ പേര്. ലോങ് ഡേ നെയിമിൽ നമ്മൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡേ എന്ന് വന്നു. അപ്പോൾ 5 എന്നുള്ള റിസൾട്ട് നമ്മൾ ഇവിടെ നിന്നാണ് കിട്ടിയത്, ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയാൻ ഈ 5-ന് പകരം ഇത് ആ പാരൻസിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുക, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ എന്ന് കിട്ടും. അതുപോലെ തന്നെ മന്തും നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ കോമ ഒഴിവാക്കിയിട്ട് control+D. ഇവിടെ ലോങ് ഡേ നെയിമാണ് നമ്മൾ കൊടുത്തതിന് ഇവിടെ പകരം ലോങ് മന്ത് നെയിമും കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡേ ഓഫ് വീക്കിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മന്ത് കൊടുക്കാം. ഓക്കെ, മന്ത്. ഓക്കെ, റൺ ചെയ്യാം. സെപ്റ്റംബർ. സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് മന്തും ഡേയ്സും നിങ്ങൾക്ക് കിട്ടും. സോ ടൈം മൊഡ്യൂളും അതുപോലെ തന്നെ pyqt4ലെ QTime മൊഡ്യൂളും നിങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പഠിച്ചത്. ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്.
ഇനി നമുക്ക് വിഷ്വലായിട്ടത് കാണാൻ കഴിയുന്ന രൂപത്തിൽ ടൈമും ഡേറ്റും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ബേസിക് വിൻഡോ ഉണ്ട്, നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോ കാണാം. നമ്മൾ വിൻഡോക്ക് ഒരു ഫിക്സ്ഡ് സൈസ് കൊടുക്കാം. സെൽഫ് ഡോട്ട് ഫിക്സ്ഡ് സൈസ് = 500/300. സെൽഫ് ഡോട്ട് സെറ്റ് സ്റ്റൈൽ ഷീറ്റ് നമുക്ക് ഫോണ്ടിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കാം, 20 പിക്സ്. ഡേറ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ, ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ വിഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം. സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് താൽക്കാലിക പേര് കൊടുക്കുന്നു. QTime.QDate എഡിറ്റ് ബാക്കിൽ സെൽഫ്. ഇപ്പോൾ ഡേറ്റ് എഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, ഡേയ്സും മന്തും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ. സോ അതിൽ നിങ്ങൾ റൺ ചെയ്തപ്പോൾ അത് 1/1/2000 എന്നാണ് ഡീഫോൾട്ട് അതിൽ വരുന്നത്. നമുക്കതിനെ കറൻറ്റ് ടൈം ആക്കണം. സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് ടൈം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കറൻറ്റ് ടൈം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടു. QTime.current ടൈം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തുകൊണ്ട് വന്നില്ല, QTime.current ടൈം നമ്മൾ സെറ്റ് ടൈം ആണല്ലോ കൊടുത്തത്. നമ്മൾ ടൈമാണ് കൊടുത്തത്, നമ്മൾ ഡേറ്റ് അല്ലേ കൊടുക്കണ്ടേ. ഓക്കെ, QDate കറൻറ്റ് ഡേറ്റ് ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് something is problem, something is the QDate സെറ്റ് ഡേറ്റ് എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, സെറ്റ് ഡേറ്റ് നിങ്ങൾ കാണാം 18/9/2015 ഇന്നത്തെ ഡേറ്റ് ആണ് അത്. നമുക്കതിനൊന്ന് വലുതാക്കാം. സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് സൈസ് 300/50. നമുക്കൊന്ന് താഴേക്ക് വെക്കാം. അതിനെ കാഴ്ചയുടെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് അതിനെ മാറ്റാം. സോ ഇതാണ് ഇപ്പോൾ നമ്മളെ ഡേറ്റ്. നിങ്ങൾക്ക് ഡേറ്റ് ഇതിലൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഇതേ സംഗതി അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ഇവിടെ QDate എഡിറ്റിന് പകരം QTime എഡിറ്റ് ആവും. സെറ്റ് ടൈം, അതുപോലെ തന്നെ QTime.current ടൈം. ഓക്കെ, നമ്മൾ മൂവ് ചെയ്ത് വെക്കുന്നത് കുറച്ച് താഴോട്ട് വെച്ചു. സോ ഇപ്പോൾ നിങ്ങൾ ഇത് ടൈമാണ് സെറ്റ് ചെയ്യുന്നത്, ഇത് ഡേറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പുഷ് ബട്ടൺ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാം. ബട്ടൺ QTime.QPushButton check dot self button dot clicked dot connect self dot time എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബട്ടൺ നമുക്ക് നീക്കി വെക്കാം, 100 170 നീക്കി വെക്കാം. ഫംഗ്ഷൻ ഡിഫൈൻസ് def ടൈം. എന്താണ് നമ്മൾ ടൈം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യേണ്ടത്? പ്രിൻ്റ് ചെയ്യണം നമുക്ക്. സെൽഫ് ഡോട്ട് ഒബ്ജയിൽ നിന്ന് ഡേറ്റ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. ഡേറ്റ് ഡോട്ട് ടു സ്ട്രിങ് അതുപോലെ തന്നെ നമ്മുടെ ടൈം ഒബ്ജക്റ്റ് 2-ൽ നിന്നും ടൈമും സെറ്റ് ചെയ്യണം. നമ്മൾ റൺ ചെയ്യുന്നു, ചെക്ക് കൊടുക്കുന്നതോട് കൂടി നിങ്ങൾക്ക് കാണാം സമയവും ഡേറ്റും ഇവിടെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. എങ്ങനെയാണ് Python 4-ൽ നിന്നും ഡേറ്റും ടൈമും ആക്സസ് ചെയ്യുന്നത്, അതെങ്ങനെ യൂസർ ഇൻ്റർഫേസിൽ കാണിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. കൂടുതൽ Python മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുമല്ലോ.
വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. ഗുഡ് ബൈ.